നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമ്പാദിക്കുന്ന പണം വീട്ടിൽ നിലനിൽക്കാനും, അതല്ല നമ്മളിലേക്ക് വന്ന പണം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാനും, ഇനി സമ്പാദിച്ച പണം മൂലം പണത്തെ വീണ്ടും ആകർഷിക്കുവാനും, ഈ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്, എത്ര പാവപ്പെട്ടവനും പണക്കാരനാകാനുള്ള അതിസൂക്ഷ്മമായ ചില രഹസ്യങ്ങളുണ്ട്. അതായത് പണത്തെ എങ്ങനെയാണ് പേഴ്സിനുള്ളിൽ വെക്കേണ്ടത്, അതുപോലെ തന്നെ പണം എങ്ങനെ പേഴ്സിൽ വെച്ചാലാണ് നിരന്തരം പണം വന്നു ചേരുന്നത്, കയ്യിലേക്ക് വരുന്ന പണം പാഴ്ചിലവുകളില്ലാതെ പണം എപ്പോഴും കയ്യിൽ നിലനിൽക്കുവാൻ ചെയ്യേണ്ട താന്ത്രിക പരിഹാരത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോ ഉപകാരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള പണം ആകർഷിക്കുന്നതിനും അത് എപ്പോഴും നിലനിർത്തുന്നതിനുമായി പേഴ്സിൽ പണം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ പേഴ്സ് ഒഴിയാതെ എപ്പോഴും പണം ഉണ്ടാകുന്നതാണ്. ഒന്നാമതായി, നോട്ടുകൾ പേഴ്സിൽ വയ്ക്കുമ്പോൾ നല്ലതുപോലെ നിവർത്തിയും അടുക്കിയും വേണം വയ്ക്കുവാൻ. നോട്ടുകൾ പലതവണ മടക്കി വയ്ക്കുന്നതോ അല്ലെങ്കിൽ കശക്കി വയ്ക്കുന്നതോ ഒഴിവാക്കേണ്ടതാണ്. ഇനി നോട്ടുകൾ പേഴ്സിൽ നിവർത്തി വയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, ഇങ്ങനെ കാണുമ്പോൾ പണം കൂടുതൽ വരാൻ അത് ആഗ്രഹമുണ്ടാക്കുന്നതുമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സ് ചെറുതാണെങ്കിൽ പരമാവധി ഒരു മടക്കു മാത്രം നൽകി പണം വയ്ക്കാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും പണം ചുരുട്ടി പേഴ്സിൽ വെക്കരുത്. ഇനി സാധനങ്ങൾ വാങ്ങിയ ബില്ലുകൾ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ തുടങ്ങിയവ പേഴ്സിൽ പണത്തോടൊപ്പം സൂക്ഷിക്കരുത്. ഇത്തരം ബില്ലുകൾ പേഴ്സിൽ വെക്കുന്നത് പണം കൂടുതൽ ചിലവായി പോകുന്നതിന് കാരണമാകുന്നതാണ്. ഇനി പേഴ്സ് എപ്പോഴും അനാവശ്യ വസ്തുക്കൾ ഒഴിവാക്കി വൃത്തിയുള്ളതായി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവിടെ കൂടുതൽ പണം തങ്ങുകയുള്ളൂ. ഇനി ആഴ്ചയിൽ ഒരിക്കൽ ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ പേഴ്സിലെ അനാവശ്യമായ കടലാസുകളും ബില്ലുകളും നീക്കം ചെയ്ത് വൃത്തിയാക്കേണ്ടതാണ്. പേഴ്സ് നല്ലതുപോലെ വൃത്തിയാക്കിയതിനു ശേഷം പണം ആകർഷിക്കുവാൻ പേഴ്സിൽ പച്ചക്കർപ്പൂരം, ഏലയ്ക്ക, ഗ്രാമ്പൂ എന്നിവ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. പച്ചക്കർപ്പൂരം ഒരൽപ്പം നുറുക്കി പേഴ്സിൽ ഇടുന്നത് പണം വശീകരിക്കുന്നതിനും അനാവശ്യ ചിലവുകൾ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ സുഗന്ധം മഹാലക്ഷ്മിയെ വശീകരിക്കുന്നതാണ്. ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ ധനം അല്ലെങ്കിൽ പണം ഉണ്ടാകുന്നതാണ്. പേഴ്സിൽ പണം എങ്ങനെയാണ് വെക്കേണ്ടത്, പേഴ്സ് വൃത്തിയാക്കേണ്ട രീതി, ഇതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇനി പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കാം. പേഴ്സിനുള്ളിൽ പണം വളരെ അച്ചടക്കത്തോടെയും ക്രമമായും വേണം സൂക്ഷിക്കുവാൻ. പണത്തെ ആദരവോടെയും വൃത്തിയായും കൈകാര്യം ചെയ്താൽ മാത്രമേ പണം നിങ്ങളുടെ അടുക്കിലേക്ക് വീണ്ടും എത്തിച്ചേരുകയുള്ളൂ. പൊതുവായി സ്ത്രീകളെ സംബന്ധിച്ച് പേഴ്സിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ അവർ അരിപ്പാത്രത്തിലോ അല്ലെങ്കിൽ കടുക് പാത്രത്തിലോ ഒക്കെ ആയിരിക്കും പണം സൂക്ഷിച്ച് വെക്കാറ്. വീട്ടിൽ പണം സൂക്ഷിക്കുമ്പോൾ അവ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് പണം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെങ്കിലും പേഴ്സിൽ പണം എപ്പോഴും നീളത്തിൽ നിവർത്തി തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പേഴ്സിൽ പച്ചക്കർപ്പൂരം വെക്കുന്നത് വഴി ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പച്ചക്കർപ്പൂരത്തിന് പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തി വളരെ കൂടുതലാണ്. ഇത് പേഴ്സിൽ വെക്കുന്നതിലൂടെ പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ പച്ചക്കർപ്പൂരത്തിൻ്റെ സുഗന്ധം മഹാലക്ഷ്മിയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ വശീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പേഴ്സ് എപ്പോഴും സുഗന്ധപൂരിതമായി ഇരുന്നാൽ അവിടെ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുകയും പണം അവിടെ നിലനിൽക്കുന്നതുമാണ്. പേഴ്സിൽ പച്ചക്കർപ്പൂരം പൊടിച്ചു വെച്ച് അതിനോടൊപ്പം പണം സൂക്ഷിച്ചാൽ പണം അനാവശ്യമായി ചിലവാകുന്നതല്ല. ഏതെങ്കിലും സാഹചര്യത്താൽ പണം ചിലവാക്കേണ്ടി വന്നാലും അതിന് തുല്യമായ തുക തിരികെ വരാൻ ഇത് സഹായിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ ഈ ഒരു രീതി നിങ്ങളെ സഹായിക്കുന്നതുമാണ്.
അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ പേഴ്സിലുള്ള അനാവശ്യ ബില്ലുകളും പേപ്പറുകളും ആവശ്യമില്ലാത്ത മെഡിസിൻസോ അങ്ങനെയുള്ളവ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി പേഴ്സ് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് പേഴ്സിൻ്റെ എല്ലാ അറയ്ക്കുള്ളിലും ഇട്ട ശേഷം പണം വയ്ക്കുക. പണത്തെ വശീകരിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണിത്. സാക്ഷാൽ തിരുപ്പതി വെങ്കിടേശ്വര സ്വാമിയുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ പച്ചക്കർപ്പൂരം ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതും. പച്ചക്കർപ്പൂരത്തിനോടൊപ്പം ഏലക്ക, ഗ്രാമ്പൂ എന്നിവയും പേഴ്സിൽ വെക്കുന്നത് പണം വർദ്ധിക്കാൻ ഗുണകരമാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പേഴ്സിൽ അനാവശ്യമായ ഒരു ബില്ലുകളും സൂക്ഷിക്കരുത്. കാരണം ഇത്തരം ബില്ലുകൾ പേഴ്സിൽ നിരന്തരം സൂക്ഷിക്കുന്നതിലൂടെ പണം ആ കടകളിലേക്ക് തന്നെ തുടർച്ചയായി ചിലവായി പോകുന്നതിന് അതൊരു കാരണമാകുന്നതാണ്. അതിനാൽ പേഴ്സിൽ ബില്ലുകൾ കണ്ടാൽ ഉടൻ തന്നെ അവ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മറ്റൊരിടത്ത് അത് സൂക്ഷിക്കുകയോ ചെയ്യുക. പേഴ്സ് എപ്പോഴും അനാവശ്യ വസ്തുക്കൾ ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ അവിടെ പണത്തിന് തങ്ങാനുള്ള ഇടം ഉണ്ടാവുകയുള്ളൂ. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളയിലെ ഒരുപാട് പാത്രത്തിൽ പണം സൂക്ഷിക്കാതെ ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് അത് നല്ലതുപോലെ കഴുകി തുടച്ച് നിങ്ങളുടെ കയ്യിലുള്ള പണം നല്ലതുപോലെ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. പിന്നീട് ആ ഗ്ലാസ് ബോട്ടിലേക്ക് ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട ആ പണം വെക്കുക. അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരവും ഒരേലക്കയും മുല്ലപ്പൂ ഉണ്ടെങ്കിൽ 2-3 മുല്ലപ്പൂ കൂടി ഇടുക. പിന്നീട് ജൗവാദ് പൊടിയുണ്ടെങ്കിൽ ആ പൊടിയും ഇട്ട് പണം അതിൽ സൂക്ഷിക്കുന്നതിലൂടെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും പണം നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുന്നതുമാണ്. ഈ ഒരു പരിഹാരം വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് ചെയ്യുന്നത് അതിവിശേഷമാണ്. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മുതൽ 9 വരെയുമാണ് ശുക്രഹോര വരുന്നത്. നിങ്ങൾക്ക് ഇതിലേത് സമയത്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി കടബാധ്യത ഉള്ളവർ ചൊവ്വാഴ്ചകളിൽ ഏത് കടമാണോ ആ ഒരു കടത്തെ സങ്കല്പിച്ച് ഒരു പാത്രത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പണം എല്ലാ ചൊവ്വാഴ്ച തോറും അതിൽ വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കടം വളരെ വേഗത്തിൽ തീർന്നു കിട്ടുവാൻ ഇത് സഹായിക്കുന്നതാണ്. പേഴ്സ് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീടും പൂജാമുറിയും എപ്പോഴും വൃത്തിയായും സുഗന്ധപൂരിതമായും സൂക്ഷിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല നമ്മൾ പണത്തെയും നമ്മുടെ പേഴ്സിനെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മൂല്യവും സാമ്പത്തിക നിലയും തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് പണത്തെ ആദരവോടെയും വൃത്തിയായും കൈകാര്യം ചെയ്യുന്നത് വഴി സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ സമ്പത്ത് എപ്പോഴും നിലനിർത്തുവാനും സാധിക്കുന്നതുമാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.